ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ എണീറ്റ് വരുന്ന കനിക്ക് ടീച്ചറമ്മ സ്പെഷ്യൽ കോഫി കൊണ്ട് കൊടുക്കുമ്പോഴേക്കും കനി അതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ട്. ഉച്ചയ്ക്കൊരു സ്പെഷ്യൽ ഫുഡും ഉണ്ടെന്നും 3 മാസത്തേക്ക് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ടീച്ചറമ്മയും. അതുകൾക്ക് അമ്പരപ്പോടെ US പോകുമ്പോൾ ആ പ്ലാനൊക്കെ പൊളിയത്തില്ലെന്ന് കനി ചോദിക്കുന്നുണ്ട്. ചെറിയമ്മയും വിഷമത്തോടെ അപ്പോൾ പോക്കുറപ്പിച്ചോ, ഇന്നലെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കാൻ പറഞ്ഞതല്ലേ കനിമോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ആലോചിച്ചുറപ്പിച്ചതല്ലേ ചെറിയമ്മ. ചെറിയമ്മ ഇനി എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാവും എന്ന് കനി പറയുമ്പോൾ അങ്ങനെ ചെറിയമ്മ കാരണം വിഷമാവണ്ട, കനിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ചെറിയമ്മയും പറയുന്നുണ്ട്. വീണയും വിഷമത്തോടെ കനിയോടായി നീ ഉറപ്പിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ ഇനി കൗണ്ട് ഡൗൺ ആണ്, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തിരിക്കാനാവും. പോവും മുമ്പ് കുറച്ചുപേരെ നേരിൽ കണ്ട് യാത്ര പറയണമെന്ന് കനി പറയുന്നുണ്ട്. ഒടുവിലിപ്പോ ഞാൻ മാത്രമായെന്ന് സങ്കടത്തോടെ വീണ പറയുമ്പോൾ കട്ടയ്ക്ക് നിൽക്കാൻ നീ തന്നെ ധാരാളമാണടി എന്ന് കനിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി എന്ത് പറഞ്ഞാലും അത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഞാൻ റെഡി ആയിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടേ. അവൾ പോയി കഴിയുമ്പോഴേക്കും വീണ അമ്മയോടായി പറയുന്നുണ്ട്, അവൾ ഉണ്ടെങ്കിൽ എന്തിനും ഒരു ധൈര്യമായിരുന്നു എന്ന്. ഇനി നമ്മളായിട്ടൊന്നും പറയണ്ട, അവൾ യാത്ര ഉറപ്പിച്ചതല്ലേ, പോട്ടെ, എന്തായാലും നല്ലതേ വരൂ. ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മോശമായി നിൽക്കുന്നുണ്ടാ വല്ലാത്തൊരു വിഷമം ബാധിക്കുന്നത്. എന്തായാലും ഇനി ഇവിടെയുള്ള ദിവസങ്ങളിൽ കനിയെ സന്തോഷമാക്കി വെച്ച് സന്തോഷമായിട്ട് യാത്ര അയക്കാം എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും അവിടുന്ന് പോകുന്നുണ്ടേ. വീണയും ആകെ ടെൻഷനോടെ അവിടെ നിൽപ്പുണ്ട്. പിന്നീട് രാധയെയും മഹേഷിനെയും പുറത്തു വെച്ച് കാണുന്ന കനിയാണ് കാണിക്കുന്നത്. ഞാൻ US പോവാ എന്ന് കനി പറയുമ്പോൾ മഹേഷും രാധയും പുച്ഛത്തോടെ നിൽക്കണ കണ്ട് അതെന്തിനാ ഞങ്ങളടുത്ത് വന്ന് പറയുന്നതെന്നുള്ള ഭാവം മനസ്സിലായി. എന്നാലും പോകും മുമ്പ് ചിലരെ കണ്ട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു എന്ന് കനി പറയുമ്പോൾ ഓ ലക്ഷ്മി കുഞ്ഞിയുടെ അടുത്താവും, ഇവിടെയൊക്കെ ഒരു പരുവമാക്കിയല്ലോ എന്ന് മഹേഷും പറയുന്നുണ്ട്. കനിയും ചിരിയോടെ അതെ, അവിടെ കൂടി കുട്ടിച്ചോറാക്കിയിട്ട് വരാം. അച്ചി വീട്ടിലെ പട്ടിക്കൂട്ടിലെ പൊറുതിയും അമ്മായിയമ്മയുടെ അടിപ്പാവാട കഴുകലുമൊക്കെ നാട്ടിലിപ്പോ പാട്ടാ എന്ന് മഹേഷിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കനി. അത് കേൾക്കെ മഹേഷൻ ദേഷ്യത്തോടെ അതൊക്കെ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞതാണെങ്കിലും ഉള്ളതാണൊന്ന് നോക്കിയാ പോരെ, അത് മാത്രോ ഉള്ള ബേക്കറിയും പൂട്ടിയില്ലേ, എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, എല്ലിന്റെ ഇടയിലെ കൊഴുപ്പേ ഇനിയും ഇളകാനുണ്ട് എന്ന് കനി പറയുന്നത് കേട്ടിട്ട് വലിയ മിടുക്ക് വർത്താനം പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചതെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. അല്ല, അതൊക്കെ ചീപ്പ് പരിപാടിയാ. എനിക്ക് തോന്നിയതും നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ തോന്നാത്തതുമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. വിജയിച്ചൊരു ടീച്ചറെ തോറ്റൊരു അമ്മയാക്കിയത് നിങ്ങൾ രണ്ടാളും കൂടിയാ എന്ന് കനി പറയുമ്പോൾ വിജയിച്ച ടീച്ചറാണല്ലോ ജോലിയും പോയി വീട്ടിലിരിക്കുന്നതെന്ന് രാധയും പറയുന്നുണ്ട്. ഇളയ മോൾക്ക് ജോലിയൊപ്പിക്കാൻ ചത്തുപോയിന്ന് പറഞ്ഞ് കഥയുണ്ടാക്കിയ ടീച്ചറല്ലേ, വിശേഷപ്പെട്ട മാതൃക തന്നെ എന്ന് രാധ പറയുമ്പോൾ ഒടുവിൽ ആ വധശ്രമ കേസ് വന്നിട്ടും നിങ്ങൾ രണ്ടാളും അതിൽ പ്രതികളായിട്ടും പിന്നെയും ആ നുണക്കഥ തന്നെ പറയണം കേട്ടോ. പെറ്റ വയറിന്റെ നന്മയോ മഹത്വമോ അറിയാതെ പോയ രണ്ടാളാ നിങ്ങൾ. അഥവത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്ന കാലം എങ്ങനായിരുന്നു എന്ന് ആലോചിച്ചു നോക്ക് എന്ന് കനിയും പറയുന്നുണ്ട്. രാധയും ദേഷ്യത്തോടെ അതിലും നന്നായിട്ടാടി ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാളും ജീവിക്കുന്നതിന്റെ കഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ അതിൽ വലിയ പൊലിപ്പിക്കലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നിങ്ങൾക്ക് ചെറിയമ്മേന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ മഹത്വം അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ അനുഭവിക്കണം. ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലേ ഇനിയും അനുഭവിക്കാൻ ബാക്കിയുണ്ടെന്നുള്ളതാ. ഈ കേസും വീട്ടിൽ നിന്നുള്ള പുറത്താക്കലുമൊക്കെ നിങ്ങളുടെ രണ്ടാളുടെയും തിരിച്ചറിവിന് വേണ്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുന്നതുവരെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന കനിയുടെ ഉപദേശം സഹിക്കാനാവാതെ ഹലോ, അത് ഞങ്ങൾ സഹിച്ചോളാം കേട്ടാ എന്ന് മഹേഷും പറയുന്നുണ്ട്. സഹിച്ചാ മതി, എനിക്ക് നന്നായിട്ട് അറിയാം ചെറിയമ്മയുടെ സ്നേഹം. എന്നെ ഒറ്റയ്ക്ക് വിടാണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഒറ്റയ്ക്ക് നയിച്ചൊരു സമരമാണ് ചെറിയമ്മയുടെ ജീവിതം. അത് നിങ്ങൾ കാണാണ്ട് പോയി. എന്നിട്ടോ ശിക്ഷിച്ച കൈകൾ തേടി നിങ്ങൾ പോയി. കാലം പൊറുക്കില്ല ഒന്നും. നിങ്ങൾ ചെറിയമ്മയ്ക്കുണ്ടാക്കുന്ന മുറിവിന്റെ ആഴം നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും, ഉറപ്പാ. അത് ഞാൻ അങ്ങ് അമേരിക്കയിലിരുന്ന് കാണും. അപ്പോ ബൈ എന്ന് പറഞ്ഞ് കനി യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും കേട്ടില്ലേ, അവൾ അമേരിക്കയ്ക്ക് പോവാന്ന് എന്ന് ദേഷ്യത്തോടെ മഹേഷും രാധയോടായി പറയുന്നുണ്ട്. എല്ലാം കൂടി കേട്ടപ്പോ തല പെരുക്കാണെന്നവൻ രാധയോട് പറയുന്നുണ്ട്. പിന്നീട് മാധവത്തിലിരുന്ന് സംസാരിക്കുന്ന വീണയെയും ടീച്ചറമ്മയുമാണ് കാണിക്കുന്നത്. അമ്മ പറഞ്ഞ നമ്മുടെ അപ്പൂപ്പന്റെ കൊലപാതകം വെച്ച് നോക്കുമ്പോൾ അയാൾ വേറെ കൊലകളെ പിന്നെ ചെയ്തിട്ടുണ്ടാവും. എത്ര നിസ്സാരമായിട്ട് അയാൾ അത് ചെയ്തത്. മോഹൻ രണ്ടാമത് വിവാഹം ചെയ്തൊരു മാലതിയില്ലേ, അവളുടെ മരണം കൊലപാതകമാണോ എന്ന സംശയം അവരുടെ നാട്ടിൽ പരക്കെയുണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഒന്നിനും അന്വേഷണം നടന്നിട്ടില്ല. അമ്മേ, നമ്മുടെ ആ പബ്ലിക് പ്രോസിക്യൂട്ടറും മാലതിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ എന്ന് വീണ അമ്മയോടായി ചോദിക്കുമ്പോൾ അതെ,
മോഹനുമായുള്ള പടയൊരുക്കത്തിന് കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. ഇനി അയാൾക്ക് വീഴുന്ന പൂട്ട് അയാൾക്ക് അഴിക്കാനേ ആവരുത്. നമ്മൾ വേറെ കുറച്ച് നീക്കങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് കുഞ്ഞി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അവിടെ വീട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിന് ടീച്ചറമ്മയുടെ കോൾ വരുന്നുണ്ട്. വിഷ്ണു കോൾ എടുക്കുമ്പോഴേക്കും, വിഷ്ണു, മോൻ രാധയെ തല്ലിയ കാര്യം ഞാൻ അറിഞ്ഞു. രാധ ശരിക്കും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഒരു സ്ത്രീയെ തല്ലുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് വിഷ്ണുവിനെ പോലെ ഒരു പോലീസ് ഓഫീസർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, പോലീസിനപ്പുറം ഞാനൊരു പച്ച മനുഷ്യൻ കൂടിയാണ് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. പിന്നെ വിഷ്ണുവിനോട് ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വീട്ടിലേക്ക് വരാമോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. പിന്നീട് പുറത്തൊരിടത്ത് കനിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേശുവിനെയാണ് കാണിക്കുന്നത്. കനി തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ടെത്തുമ്പോഴേക്കും, എന്താണ് ബോസേ ഒരു സർപ്രൈസ് ഒക്കെ എന്ന് കേശുവും ചോദിക്കുന്നുണ്ട്. സർപ്രൈസ് എന്താന്ന് വെച്ചാലേ എനിക്കൊരു ഉച്ചകോടിയിൽ പങ്കെടുക്കണം എന്ന് കനി പറയുമ്പോൾ, ഉച്ചകോടിയോ, അതെന്താ സംഗതി എന്ന് കേശുവും. ഉച്ചക്കത്തെ കോടിയും വൈകിട്ടത്തെ കോടിയും ഒന്നും അല്ലടാ, ഉച്ചകോടി, ഇന്റർനാഷണൽ സമ്മിറ്റ് അങ്ങ് അമേരിക്കയിൽ എന്ന് കനി പറയുമ്പോൾ, ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് കേശു ചോദിക്കുന്നുണ്ട്. അല്ലാതെ വീട്ടുകാരെ എല്ലാം കൂടി കൂട്ടിക്കൊണ്ട് പോവാൻ പറ്റുമോ എനിക്ക് എന്ന് കനി ചോദിക്കുമ്പോൾ, അത് ശരിയാ, അല്ല ട്രംപിനെയൊക്കെ കാണാൻ പറ്റുമോ ബോസേ എന്ന് കേശു ചോദിക്കുന്നുണ്ട്. ട്രംപ് മിക്കവാറും വന്ന് എന്നെ കാണുമായിരിക്കും എന്ന് കനി പറയുന്ന കേട്ട് വെറുതെ ഗുണ്ട് തട്ടിയതാ അല്ലേ എന്ന് കേശുവും ചോദിക്കുന്നുണ്ട്. ഞാൻ US പോവെന്ന് പറഞ്ഞത് സത്യമാടാ, ഇനി പഠിത്തമൊക്കെ അവിടെ ആവാന്ന് വെച്ചു ലക്ഷ്മി കുഞ്ഞിയുടെ അടുത്ത് എന്ന് കനി പറയുമ്പോൾ, അപ്പോ ഇനി എന്നാ ഇങ്ങോട്ട് എന്ന് കേശുവും ചോദിക്കുന്നുണ്ട്. ഇനി എന്തിനാടാ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവിടെ ഒരു സായിപ്പിനെയും കെട്ടി സുഖമായിട്ട് അമേരിക്കക്കാരിയായിട്ട് ജീവിക്കണം എന്ന് കനി പറയുന്നത് കേട്ട് വാടിയ മുഖത്തോടെ, അപ്പോ ഇനി ഞങ്ങളെയൊന്നും കാണണ്ടേ ബോസേ എന്ന് കേശുവും ചോദിക്കുന്നുണ്ട്. എന്നെ കാണണമെങ്കിൽ അങ്ങ് US വരണം എന്ന് കനി പറയുമ്പോൾ, അത് നടപ്പാവുന്ന കാര്യമൊന്നുമല്ല ബോസേ എന്ന് കേശുവും പറയുന്നുണ്ട്. എടാ ലക്ഷ്മി കുഞ്ഞ നാട്ടിലേക്ക് വരുമ്പോൾ ഞാനും വരാമെന്നേ, നീ ടെൻഷൻ ആവാതെ. അതിരിക്കട്ടെ, പോവും മുമ്പ് നിനക്കെന്താ വേണ്ടേ എന്ന് കനി ചോദിക്കുന്നുണ്ട്. സഹായിച്ചത് തന്നെ തിരികെ തരാൻ പറ്റിയില്ല എന്ന് കേശു പറയുമ്പോൾ, നിന്നോട് ആരെങ്കിലും അത് ചോദിച്ചോ, ഇപ്പൊ എന്ത് വേണമെന്ന് പറ എന്ന് കനിയും പറയുന്നുണ്ട്. ഒന്നും വേണ്ട ബോസേ, എനിക്ക് അങ്ങോട്ട് വിഷമമായി, ആകെ ഉണ്ടായിരുന്ന കമ്പനിയും പോയെന്ന് ടെൻഷനോടെ കേശു പറയുന്നുണ്ട്. അവിടാണെങ്കിലും കമ്പനിയൊന്നും പോവത്തില്ല, നിനക്കെന്താ വേണ്ടതെന്ന് പറ എന്ന് കനി ചോദിക്കുമ്പോൾ, അന്ന് മഴയത്ത് ബോസ് ഓഫർ ചെയ്ത ഒരു ഐസ്ക്രീം ഇല്ലേ, അത് കഴിക്കാമെന്ന് വെച്ചു എന്ന് കേശു പറയുമ്പോൾ, അടിപൊളി, ഐസ്ക്രീമെങ്കിൽ ഐസ്ക്രീം, നീ വണ്ടി കയറുന്ന കനി പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് കേശുവും അവളുടെ ബൈക്കിൽ കയറുന്നുണ്ട്. അവരൊന്നിച്ചുള്ള ആ യാത്രയിൽ പഴയ കാര്യങ്ങളെല്ലാം അവർ ഓർത്തെടുക്കുന്നുണ്ട്. ടീച്ചറമ്മയുടെ വീട്ടിൽ മോഷ്ടിക്കാനായി കേശു കയറുന്നതും കള്ളനെന്ന് കരുതി കനി അവനെ അടിച്ചു വീഴ്ത്തുന്നതും പിന്നീട് അവന്റെ സങ്കടങ്ങളെല്ലാം കണ്ട് അവനെ വീട്ടിലെ വേലക്കാരനാക്കുന്നതും ഒളിച്ചു താമസിച്ചിരുന്ന ടീച്ചറമ്മയെയും കൊണ്ട് ആസെ ഇത്താത്തയാക്കി അവർ രണ്ടുപേരും ചുറ്റാനിറങ്ങുന്നതും അവന്റെ സിസ്റ്റർ പ്രിയയുടെ ഫീസിനായി കനി കാശ് സംഘടിപ്പിച്ചു കൊടുക്കുന്നതും അവരൊന്നിച്ച് ഐസ്ക്രീം കഴിക്കുന്നതുമെല്ലാം അവർ ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് അവരൊന്നിച്ച് ഐസ്ക്രീം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് കനി കേശുവിനോടായി ചോദിക്കുന്നുണ്ട്, ഡാ മഹേഷ് ഏട്ടനും രാധേച്ചിയും മേടിച്ച അഡ്വാൻസ് ഉണ്ടല്ലോ, അത് തിരിച്ചു മേടിക്കാൻ സുലൈമാനിക്കയോട് നീ പറയാമെന്ന് കേശു സമ്മതിക്കുമ്പോൾ, പുള്ളി ഒരു പാവായതുകൊണ്ട് സരസ്വതി ടീച്ചറുടെ മക്കളല്ലെന്ന് വിചാരിച്ച് ചോദിക്കണമെന്നില്ല, നീ പുള്ളിയോടൊന്ന് ചോദിക്കാൻ നിർബന്ധിക്കണം, ഇടയ്ക്ക് അവരുടെ വീട്ടിൽ നീ തന്നെ പോയി കാശ് ചോദിക്കേ, കുറച്ചൊന്ന് പ്രഷർ ആവട്ടെ എന്ന് കനി പറയുമ്പോൾ, പറയാം ബോസേ എന്ന് കേശുവും. പിന്നീട് കറക്കമെല്ലാം കഴിഞ്ഞ് കേശുവിനെ ബുള്ളറ്റിൽ കൊണ്ട് ഇറക്കി വിടുന്ന കനിയാണ് കാണിക്കുന്നത്. അവൻ സങ്കടത്തോടെ നിൽക്കണ കണ്ട്, അപ്പോ ബായിടാ അടിമക്കണ്ണേ എന്നവൾ പറയുമ്പോഴേക്കും അവന്റെ കണ്ണും നിറഞ്ഞു വരുന്നുണ്ട്. കനി അവനെ ചേർത്ത് പിടിച്ചോണ്ട്, സെൻഡി ആക്കാതടാ, ഐ റിയലി മിസ് യു ബ്രദർ, ചിരിക്കടാന്ന് പറഞ്ഞ് അവനെ ഒന്ന് ചിരിപ്പിച്ചോണ്ട് അവൾ അവനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. കേശുവും തന്റെ നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കി നിൽപ്പുണ്ട്. പിന്നീട് മാധവത്തിലെത്തുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അവനെ കാണുന്ന വീണ സന്തോഷത്തോടെ, അമ്മേ ദേ വിഷ്ണുവേട്ടൻ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് വിഷ്ണുവേട്ട എന്നവൾ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട്. മോളെ ചായ എടുക്കെന്ന് വീണയോടായി പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് ഇരിക്കാനായി പറയുന്നുണ്ട് ടീച്ചറമ്മ. വീണ ചായ എടുക്കാനായി പോകുമ്പോഴേക്കും, ഞാൻ വിളിച്ചത് വിഷ്ണുവിനോട് നമ്മുടെ കേസിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ. ഇനി മോഹനെ കുരുക്കുമ്പോൾ ഒരു വിധത്തിലും അയാൾ രക്ഷപ്പെടരുത്, നിയമത്തിന്റെ ഒരു ആനുകൂല്യവും അയാൾക്ക് ലഭിക്കരുത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, ആ വധശ്രമ കേസു തന്നെ അതിന് ധാരാളമാ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അതല്ലാതെ വേറെയും ചിലതുണ്ട് വിഷ്ണു, ഞാൻ സാവകാശം പറയാം. ഇയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെറുപ്പത്തിലേ തുടങ്ങിയതാ, ഒന്നും നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല. എന്റെ മിസ്സിംഗ് സമയത്ത് നിങ്ങൾ ആദ്യം നിലമ്പൂരല്ലേ മോഹൻ അന്വേഷിച്ചു പോയത്, മാലതിയുടെ വീട്ടിലേക്ക് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ, അതെ, അവര് മുന്നേ മരിച്ചു പോയെന്ന് വിഷ്ണു പറയുന്നുണ്ട്. ആ മാലതിയുടെ മരണം കൊലപാതകമാണെന്ന് കേട്ടായിരുന്നു, പക്ഷേ ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല.
അതങ്ങനെ തേഞ്ഞുമാഞ്ഞു പോയെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഞങ്ങളന്ന് നിലമ്പൂർ അന്വേഷിച്ചപ്പോഴും അങ്ങനെ കേട്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്. വീണപ്പോഴേക്കും വിഷ്ണുവിന് ചായ കൊണ്ട് കൊടുത്തോണ്ട് അമ്മയുടെ അരികിലേക്കായി ഇരിക്കുന്നുണ്ട്. അതേപ്പറ്റി വിവരങ്ങൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അന്വേഷിക്കണം, വിഷ്ണു വിചാരിച്ചാലേ നടക്കൂ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ മാലതിയുടെ കുടുംബക്കാരൊക്കെ തലശ്ശേരിയിലാണെന്നാ കേട്ടിരുന്നത് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. ഓനൊന്ന് അന്വേഷിക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ നോക്കട്ടെ എന്ന് വിഷ്ണുവും. അപ്പോഴേക്കും ടീച്ചറമ്മ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് രാധയെ ഇറക്കി വിട്ടത് അവളെ ഒന്ന് തിരുത്താനാ. അത് കേൾക്കെ എനിക്കത് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലല്ലോ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. കേസിൽ അവരുടെ പേര് പറഞ്ഞതും ഒരു താക്കീതാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ രണ്ടിനും ഒരു പരുവപ്പെടൽ നല്ലതാണെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും വീണ ചോദിക്കുന്നുണ്ട്, കൊച്ചുങ്ങൾ സ്കൂളിൽ പോയില്ലേ വിഷ്ണു വേട്ടാന്ന്. കൊണ്ടാക്കി, ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഞാൻ തന്നെ സ്കൂളിൽ പോവും. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അവരും വിളിച്ചോണ്ട് പോവും എന്ന് പറഞ്ഞവൻ ചായയെല്ലാം കുടിച്ചോണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിഷ്ണു എഴുന്നേൽക്കുന്നുണ്ട്. വിളിക്കാം വിഷ്ണു, മാലതിയുടെ കാര്യമൊന്ന് മനസ്സിൽ വെച്ചേക്കണേ എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ അന്വേഷിക്കാം, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് തമിഴ്നാട്ടിലൊരിടത്ത് ഒരു മതിലിന് മുകളിൽ തലയിൽ തോർത്തുമുണ്ടെല്ലാം ചുറ്റിക്കെട്ടിയിരിക്കുന്ന മോഹനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അയാൾ അതിലേ പോവുകയായിരുന്ന ഒരു സ്ത്രീയെ വിളിച്ചു നിർത്തി, മൊബൈലുണ്ടോ, തൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയെന്നും തനിക്ക് അർജൻറ്റായി ഒരു കോൾ ചെയ്യണമെന്നും നിങ്ങളുടെ മൊബൈലൊന്ന് തരാമോ എന്നും മോഹൻ ചോദിക്കുന്നത്. അവർ മൊബൈൽ എടുത്ത് കൊടുക്കുമ്പോഴേക്കും ഇപ്പോൾ തിരികെ തരാമെന്ന് പറഞ്ഞ് മോഹൻ ഒരിടത്തേക്ക് മാറി നിന്ന് അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമനെ കോൾ ചെയ്യുന്നുണ്ട്. സിന്ദൂര വിക്രമൻ കോൾ എടുത്തോണ്ട് ഹലോ എന്ന് പറയുമ്പോഴേക്കും ഹലോ സിന്ദൂർ സാർ വണക്കം എന്ന് മോഹനും പറയുന്നുണ്ട്. ആരാ എന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോൾ ഞാനാ മോഹൻ, സരസ്വതി ടീച്ചറുടെ കേസ് എന്ന് മോഹൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓ അത് ശരി, ഇതാണോ നിങ്ങളുടെ പുതിയ നമ്പർ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അല്ല, ഇത് എന്റെ നമ്പറല്ല, ഇത് ഒരു തമിഴ് സ്ത്രീയുടെയാ എന്ന് മോഹൻ പറയുമ്പോൾ ദേ ശ്രദ്ധിക്കണം എന്ന് വക്കീലും പറയുന്നുണ്ട്. സാറിന്റെ ഫീസ് ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാം, എന്റെ അക്കൗണ്ട് ഫ്രീസ് ആയതുകൊണ്ടാണേ, ഞാൻ വേറെ വഴിയിലൂടെ തരാം, സാറ് ടെൻഷൻ അടിക്കണ്ട എന്ന് മോഹൻ പറയുമ്പോൾ മഹേഷും രാധയും ഇടയ്ക്ക് ഓഫീസിൽ വന്നിരുന്നു. അവരുടെ ഇന്ററോഗേഷൻ കഴിഞ്ഞായിരുന്നു. താൻ ഏതായാലും ശ്രദ്ധിച്ചോ, പോലീസ് കാര്യമായിട്ട് തിരയുന്നുണ്ട് എന്ന് വക്കീൽ പറയുമ്പോൾ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ നാട് ഞാൻ വിടും. അപ്പൊ ശരി സാർ, എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് മോഹനും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. കോൾ കഴിഞ്ഞ് മോഹൻ ആ തമിഴ് സ്ത്രീക്ക് മൊബൈൽ കൊടുത്തോണ്ട് നന്ദി എന്ന് പറയുമ്പോഴേക്കും അവരും നടന്നു നീങ്ങുന്നുണ്ട്. പിന്നീട് മാധവത്തിലെ സിറ്റ് ഔട്ടിലെ കൈവരിയിലേക്ക് വന്നിരിക്കുന്ന ടീച്ചറമ്മയെയും വീണയുമായാണ് കാണിക്കുന്നത്. ടീച്ചറമ്മ അവിടെ ഇരുന്ന് ശിവരാമേട്ടനെ വിളിക്കുമ്പോഴേക്കും അവിടെ പറമ്പിൽ നനച്ചുകൊണ്ടിരിക്കുന്ന ശിവരാമൻ ചേട്ടനെ സരസ്വതിയാണെന്നും പറഞ്ഞ് ലില്ലിക്കുട്ടി മൊബൈൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശിവരാമേട്ടൻ കോൾ എടുത്തോണ്ട് സരസു എങ്ങനെ പോകുന്നു ബേക്കറിയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. നന്നായി പോകുന്നു, അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്, പിന്നെ മഹേഷ് ചില്ലറ കടവൊന്നുമല്ല വരുത്തി വെച്ചേക്കുന്നത് എന്ന് സരസു പറയുമ്പോൾ അതൊക്കെ ഇനി എന്നാ ചെയ്യുമടി എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട്. ഒരു പിടിയും ഇല്ല ഏട്ടാ, നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് ഏട്ടാ, കാനി അമേരിക്കയ്ക്ക് പോവുക, വിസ ലച്ചു ശരിയാക്കി കൊടുത്തു എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആണോ, കനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. ഓ അവളുടെ പ്ലാനൊക്കെ പെട്ടെന്നല്ലേ ഏട്ടാ, അവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് ലച്ചു പറഞ്ഞത്, എന്നിട്ട് അവിടെ അങ്ങ് സെറ്റിൽ ആവട്ടെ എന്ന് സരസു പറയുമ്പോൾ അതെ അതെ, കാനി അല്ലെങ്കിലും അമേരിക്കയ്ക്ക് പറ്റിയ കൊച്ചാ, പിന്നെ ലച്ചുവിനും അത് നല്ലതാ, രണ്ടാളും മിക്കപ്പോഴും ഫലത്തിൽ ഒറ്റയ്ക്കാണല്ലോ, രണ്ടാളും ഒന്നിച്ചുണ്ടാകുന്നത് രണ്ടാൾക്കും നല്ലതാ, ലച്ചു അവളെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളും എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. അത് ശരിയാ, എന്നാലും കനി പോവാന്ന് പറയുമ്പോൾ ഒരു വല്ലായ്മ എന്ന് ടെൻഷനോടെ സരസു പറയുന്നത് കേട്ടെ, ഏയ് നമ്മുടെ ഇഷ്ടം വെച്ച് കൊച്ചുങ്ങളെ അടക്കി പിടിക്കുന്നത് ശരിയല്ലല്ലോ, ലോകം ആർക്കു മുമ്പിലും ഇങ്ങനെ തുറന്നു കിടക്കല്ലേ, കൊച്ചുങ്ങൾ പറക്കട്ടെ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. പോയ പിന്നെ ഇനി എന്ന് വരാനാ, ലച്ചുവിന്റെ കാര്യം പറഞ്ഞതുപോലെ വന്നു എന്ന് സരസു ടെൻഷനോടെ പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ടല്ലോ, വീഡിയോ കോളിൽ വിളിച്ച് നേരിട്ട് സംസാരിക്കാമല്ലോ എന്ന് ശിവരാമേട്ടനും ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് സമാധാനിക്കാം, ശരി ഏട്ടാ, വേറൊന്നുമില്ലല്ലോ, എന്ന് ഞാൻ പിന്നെ വിളിക്കാം എന്ന് സരസു പറയുമ്പോഴേക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും കോൾ വയ്ക്കുന്നുണ്ടേ. ശിവരാമേട്ടൻ്റെ അരികെ നിൽക്കുകയായിരുന്ന ലില്ലിക്കുട്ടിയും എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും കനി അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. ടെൻഷനോടെ ഇരിക്കുന്ന വീണയെയും ടീച്ചറമ്മയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മോഹന്റെ മരിച്ചുപോയ ഭാര്യ മാലതിയുടെ കുടുംബക്കാരെ തേടി ടീച്ചറമ്മയും വിഷ്ണുവും എത്തുന്നതും അവരോട് മോഹനെതിരെ കേസ് കൊടുക്കാനായി ആവശ്യപ്പെടുന്നതും മോഹനെ അവർ കണ്ടുപിടിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.